ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രതിസന്ധികളുടെ പെരുമഴക്കാലങ്ങളിലും നുണപ്രചാരണങ്ങളുടെ മലവെള്ളപ്പാച്ചിലിലും കുത്തിയൊലിച്ചു പോകാതെ ഒരു നാടിനെ ഉറപ്പോടെ നിർത്തിയ സർക്കാർ അതിൻ്റെ 3-ാം വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കുമ്പോഴാണ് ഒരു സർക്കാരിനെ ജനങ്ങൾ നെഞ്ചോട് ചേർക്കുന്നത്. 2ാം പിണറായി സർക്കാർ 4ാം വർഷത്തേക്ക് കടക്കുമ്പോൾ ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഈ സർക്കാരിനായോ? സർവതല സ്പർശിയായ വികസനം എന്ന ബദൽ വികസന കാഴ്ചപ്പാടിൽ എത്ര ദൂരം മുന്നോട്ട് പോകാനായി? സങ്കുചിത രാഷ്ട്രീയം മുഖമുദ്രയാക്കിയ പ്രതിപക്ഷം തീർത്ത വൈതരണികൾ സർക്കാർ നേരിട്ടതെങ്ങനെ? ന്യൂസ് ആൻഡ് ന്യൂസ് ഈ വിഷയങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഉറപ്പോടെ മുന്നോട്ട്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവും MLAയുമായ PP ചിത്തരഞ്ജൻ, കോൺഗ്രസ് നേതാവ് വസന്ത് സിറിയക്, BJP നേതാവ് BG വിഷ്ണു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സജീവൻ എന്നിവരാണ്. എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുമ്പോൾ ആദ്യ ചോദ്യം, ചർച്ച തുടങ്ങുന്നത് CPIM നേതാവ് PP ചിത്തരഞ്ജനിൽ നിന്ന് തന്നെയാകാം. ശ്രീ ചിത്തരഞ്ജൻ, ഇച്ഛാശക്തിയാണ് താങ്കളുടെ സർക്കാരിൻ്റെ കൈമുതൽ, താങ്കളുടെ മുഖ്യമന്ത്രിയുടെ കൈമുതൽ എന്നാണ് LDF സർക്കാരും മുഖ്യമന്ത്രിയും താങ്കളുടെ നേതാക്കളും അടക്കം പറയുകയും ചെയ്യുന്നത്. കഴിഞ്ഞ 8 വർഷക്കാലമായി സംസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന LDF സർക്കാർ അതിൻ്റെ 2ാം ഘട്ടം, 2ാം പിണറായി സർക്കാരിൻ്റെ 3 വർഷം പൂർത്തിയാക്കി 4ാം വർഷത്തേക്ക് കടക്കുമ്പോൾ ഏതൊക്കെ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് ജനങ്ങളുടെ ഇച്ഛയ്ക്കൊത്ത് ഉയരാൻ താങ്കളുടെ സർക്കാരിന് കഴിഞ്ഞത്? ഇനിയും എന്തൊക്കെയാണ് ചെയ്തു തീർക്കാൻ ഉള്ളത്? രണ്ടാം പിണറായി സർക്കാരിന് നിരവധി പ്രതിസന്ധികളെയാണ് തരണം ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ആ പ്രതിസന്ധികൾ 1ാം പിണറായി ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഉണ്ടായ അതിഗൗരവമായി നമ്മൾ കണ്ടിട്ടുള്ള കോവിഡും അതോടൊപ്പം തന്നെയുള്ള പ്രകൃതി ദുരന്തങ്ങളും അതെല്ലാമായിരുന്നുവെങ്കിൽ 2ാം ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കോവിഡാനന്തര കേരളം, ആ കേരളത്തെ കെട്ടിപ്പടുക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് 2ാം പിണറായി സർക്കാരിന് നേരിടേണ്ടി വന്നത്. അതിലേറ്റവും പ്രധാനമായും കാണേണ്ട ഒരു കാര്യം, 1ാം പിണറായി ഗവൺമെൻറ് തുടങ്ങി വെച്ച എല്ലാ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും യാതൊരു മുടക്കവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗവൺമെൻറ് പരിശ്രമിച്ചു. എന്നാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും കെട്ടി ഉയർത്തിയ നുണകൾ, ആ നുണകളാണ് ഈ ഗവൺമെൻറ്റിന് വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുവാൻ കഴിയും എന്ന് എതിരാളികൾ ധരിച്ചതെങ്കിൽ ആ പ്രതിസന്ധിയെയും ആ നുണകളെയും നേരിട്ടുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുവാൻ തയ്യാറായത്. LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാവർക്കും അറിയുന്നത് പോലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ തന്നെ തകർക്കുന്ന നിലയിൽ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഒരിക്കലും ഉണ്ടാകാൻ വയ്യാത്ത നിലയിലുള്ള സാമ്പത്തികമായ ഞെരുക്കം, സാമ്പത്തികമായി സംസ്ഥാനത്തിന് ലഭിക്കേണ്ട തുക 57,400 കോടി രൂപ വെട്ടിക്കുറച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നയിക്കുവാനും അതുവഴി കേരളത്തിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തകർക്കാനും വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ ഗൂഢനീക്കത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ കേരളം മുന്നോട്ട് പോയത്. എന്നുമാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ തന്നെ തകർക്കുന്ന
ജനാധിപത്യ വിരുദ്ധമായ നടപടികളെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇന്ത്യയിൽ തുറന്നു കാണിക്കുവാൻ കഴിയുന്ന നിലയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും എല്ലാം അണിനിരന്നുകൊണ്ട് ഡൽഹിയിൽ നടത്തിയിട്ടുള്ള സമരം, അതോടൊപ്പം തന്നെയാണ് സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് ഒരു സംസ്ഥാനം അതിൻ്റെ അർഹതപ്പെട്ട അവകാശങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള നിയമ പോരാട്ടം, അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വഴിത്തിരിവായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ കേരളം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മറ്റു ചില കാര്യങ്ങളുണ്ട്. മതേതര മൂല്യങ്ങളെ സംരക്ഷിക്കുവാൻ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട CAA-ക്കെതിരായി ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ പ്രമേയം പാസാക്കിയ സംസ്ഥാനം എന്നുള്ള നിലയിലും ഈ കേരളം ഇന്ത്യക്കാകെ മാതൃകയാകുന്ന നിലയിലാണ് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീർഘകാല പദ്ധതികൾ അതെല്ലാം നടക്കില്ല, ഈ കേരളത്തിൽ ഒന്നും നടക്കില്ല എന്നതായിരുന്നു നമ്മുടെ കേരളത്തിനെതിരായിട്ടുള്ള വലിയ പ്രചരണമെങ്കിൽ ആ പ്രചരണത്തെ മുഴുവൻ അതിജീവിച്ചുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പൂർത്തീകരണം നടപ്പിലാക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. അതുപോലെ തന്നെ കൊച്ചിൻ മെട്രോ അടക്കമുള്ള വാട്ടർ മെട്രോ അടക്കമുള്ള വൻകിട പദ്ധതികൾ, ആ പദ്ധതികൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അപ്പോൾ ഞാനിതിനെല്ലാം വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയല്ല. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അർഹമായത് വെട്ടിക്കുറച്ചിട്ടും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഗവർണറും ഇത്ര ജനാധിപത്യ വിരുദ്ധമായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ തടയുന്ന നിലയിലേക്കുള്ള ഒരു നിലപാട് സ്വീകരിച്ച് കാണില്ല. ഈ കേരളത്തിലെ ഗവർണർ ആ നിലപാടാണ് സ്വീകരിക്കുവാൻ തയ്യാറായത്. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഇടങ്കോലുകളെയും അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് കേരളം സമാനതകളില്ലാത്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടുള്ളത്. 8 വർഷം പൂർത്തീകരിക്കുന്ന പിണറായി സർക്കാർ അതിലെ രണ്ടാം ഗവൺമെൻറ്റിൻ്റെ 3 വർഷക്കാലം പൂർത്തീകരിച്ച് 4ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അഭിമാനത്തോട് പറയാൻ കഴിയും, നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ പ്രിയ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ്റിലെ ഓരോ അംഗങ്ങളും നടത്തിയ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം, അവരുടെ കഠിനാധ്വാനം, ഈ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വലിയ വികസന പ്രവർത്തനങ്ങൾ അത് പ്രഖ്യാപനങ്ങളായി പേപ്പറുകളിൽ ഒതുങ്ങിയല്ല ഉണ്ടായത്, അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശരി. ശ്രീ ചിത്തരഞ്ജൻ, ഒരുപക്ഷെ ഇതില് അഭിമാനകരമായ താങ്കൾ പറഞ്ഞത് വ്യക്തമാണ്. കാര്യം ഇപ്പോൾ കോൺഗ്രസ് നേതാവ് വസന്ത് സിറിയക്ക് ചേരുന്നുണ്ട്. വസന്ത് സിറിയക്ക്, നിങ്ങളോടാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷമെടുത്ത നിലപാടുകളെ കുറിച്ചാണ് PP ചിത്തരഞ്ജൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. നടപ്പാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതെല്ലാം നടപ്പാക്കിയ സർക്കാരാണ് പിണറായി സർക്കാർ, പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാർ എന്ന് PP ചിത്തരഞ്ജൻ ചൂണ്ടിക്കാട്ടുന്നു. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഈ കഴിഞ്ഞ കാലയളവിൽ പ്രതിപക്ഷം എടുത്ത നിലപാടുകൾ, കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടുകൾ, ഗവർണർ ഉപയോഗിച്ചൊരു ഭരണത്തെ അസ്ഥിരപ്പെടുത്താൻ നടത്തിയ നീക്കങ്ങൾ, ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി എന്നുള്ളതാണ്. അവിടെ താങ്കൾ ഉൾപ്പെടുന്ന പാർട്ടി കോൺഗ്രസും പ്രതിപക്ഷവും പ്രതിസ്ഥാനത്താണെന്നാണ് PP ചിത്തരഞ്ജൻ പറയുന്നത്. വസന്ത് സിറിയക്ക്, 4ാം വർഷത്തിലേക്ക് പിണറായി ഗവൺമെന്റിന്റെ 2.0 കടക്കുമ്പോൾ എത്ര മാസത്തെ പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശികയുള്ളത്? അതിനെപ്പറ്റി കൂടി ചിത്തരഞ്ജൻ പറഞ്ഞാൽ മനോഹരമായിരിക്കും. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ 57,000 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ, ശ്രീ ചിത്തരേന്ദ്രൻ, അങ്ങയുടെ ഗവൺമെന്റോ ആ ഗവൺമെന്റിന്റെ അഭിഭാഷകനോ സുപ്രീം കോടതിയിൽ 57,000 കോടി എന്നൊരു കണക്ക് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ക്ലെയിമോ കേരളത്തിനില്ല. ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പറയുന്ന കണക്കുകളിൽ പിശകുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷം ആ സമരങ്ങളിൽ നിന്ന് മാറി നിന്നത്. ഇനി അത് മാത്രമാണോ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം? CAG റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഏറ്റവും അവസാനമായി വന്ന CAG റിപ്പോർട്ട് പ്രകാരം 78,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ടാക്സേതര വിധത്തിൽ പിരിച്ചെടുക്കാനുണ്ടായിരുന്നത്.
അതിൽ കേസും കോടതി വ്യവഹാരങ്ങളിലും കിടക്കുന്നത് പോട്ടെ, ശ്രീ ചിത്രേന്ദ്രൻ അത് പറഞ്ഞേക്കാം. അങ്ങനെ മാറ്റി വെച്ചാൽ പോലും 28,500 കോടി രൂപ കേസായോ കോടതി വ്യവഹാരങ്ങളിലോ പെടാത്ത 28,500 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട്. അതിൽ തന്നെ 610 കോടി രൂപ ബാർ മുതലാളിമാരിൽ നിന്ന് കഴിഞ്ഞ വർഷം മാത്രം കിട്ടേണ്ട TOP ആണ്. അതിൽ തന്നെ ഏതാണ്ട് 700 to 800 കോടി രൂപ കോറി മുതലാളിമാരിൽ നിന്ന് കിട്ടേണ്ട പണമാണ്. ഇതൊന്നും പിരിച്ചെടുക്കാൻ നിങ്ങളുടെ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ സർക്കാർ നവകേരള യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ PR പ്രൊപ്പഗണ്ടയുടെ ഭാഗമായി ഒരു യാത്ര നടത്തുമ്പോൾ ആ യാത്രയുടെ സ്പോൺസർഷിപ്പ് കൈപ്പറ്റിയത് എവിടെ നിന്നാ? കൈപ്പറ്റിയത് ഇതേ ബാർ മുതലാളിമാരിൽ നിന്നാ, ഇതേ കോറി മുതലാളിമാരിൽ നിന്നാ. അതാണ് ഞങ്ങൾ പറയുന്നത്, കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തിന് എത്രമാത്രം പങ്കുണ്ടോ അതിന്റെ ഇരട്ടി പങ്ക് ആർക്കുണ്ട്? കേരളത്തിനുമുണ്ട്, കേരളത്തിന്റെ ഭരണ സംവിധാനത്തിനുമുണ്ട്. നോക്കൂ, ശ്രീ സിജു, കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇവരുടെ ഗവൺമെന്റ്, ഇടത് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ 2000 കോടി രൂപ മാറ്റിവെക്കുന്നു. എന്തിനു വേണ്ടി? വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ വേണ്ടി 2000 കോടി രൂപ മാറ്റിവെക്കുന്നു. എന്നിട്ട് അതേ ഗവൺമെന്റ് തന്നെ 2 രൂപ അധിക സെസ് ഇന്ധന വില വർധനവ് നടത്തുകയാണ്. 2 രൂപ അധിക സെസ് ഇന്ധന വില വർധനവ് നടത്തുമ്പോൾ ധനമന്ത്രി ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, വി ആർ എക്സ്പെക്ടിങ് 2000 crore rupees ഫ്രം ദിസ് സെസ്. 2000 കോടി രൂപയാണ് ഞങ്ങൾ ഈ സെസ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് അതേ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറയുന്ന മന്ത്രിക്ക് സാമാന്യ വിവരമില്ലേ? ഇന്ധന വില വർധനവ് 2 രൂപ അധികമായാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പൊതുമാർക്കറ്റിലെ വില വർധനവ് 20,000 40,000 കോടി രൂപയുടെ വില വർധനമാണ് എന്ന് മനസ്സിലാക്കാൻ +2കാരന്റെ ബുദ്ധിമതി. സാമ്പത്തിക ശാസ്ത്രജ്ഞത്തിൽ ഡോക്ടറേറ്റിന്റെ ആവശ്യമില്ല. പക്ഷേ ആ 2000 കോടി രൂപ വില വർധന പിടിച്ചു നിർത്താൻ വേണ്ടി മാറ്റിവെക്കണ്ട എന്നങ്ങ് തീരുമാനിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു. ഇന്ന് പൊതുവിപണിയിൽ ഉള്ള വില വർധനവ് ചിത്രേന്ദ്രൻ അടക്കമുള്ളവർ കാണുന്നില്ലേ? അവശ്യ സാധനങ്ങളുടെ വസന്ത്, ഞാൻ ഈ സാഹചര്യത്തിൽ ഒന്ന് ഇടപെടുകയാണ്. താങ്കൾ പറഞ്ഞ ചില പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത കണക്കാണെന്ന് പറഞ്ഞു. സുപ്രീം കോടതിയിൽ സംസ്ഥാനം പോയത് ഞാനും താങ്കളും ഉൾപ്പെടെയുള്ളവർ കണ്ടതാണ്. 13,000 കോടി രൂപ അടിയന്തരമായി കൊടുക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. താങ്കൾ തന്നെ പറഞ്ഞു വിലക്കയറ്റത്തിൻ്റെ പ്രശ്നം, അത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളാണ് ഈ വിലക്കയറ്റത്തിന് ഇടയാക്കിയതെന്നുള്ളത് രാജ്യം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ പാർട്ടി അടക്കം രാജ്യത്ത് ഉയർത്തുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ വിലക്കയറ്റ പ്രശ്നം എന്ന് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിലടക്കം. ഇങ്ങനെ വല്ലാത്ത പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ 2000 കോടിയുടെ സെസ് പിരിച്ചതിൻ്റെയും ചെറിയ കണക്കുകളുടെ നവകേരള യാത്രയുടെ കണക്കുകളും പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു സാങ്കത്യമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. സ്വാഭാവികമായും താങ്കൾ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ കൃത്യമായ കാര്യങ്ങളിലേക്ക് വരൂ. കാരണം എങ്ങനെയാണ് താങ്കൾ ചോദിച്ച പെൻഷന്റെ കാര്യത്തിൽ സ്വാഭാവികമായും കുടിശ്ശികയുണ്ട്. 62 ലക്ഷം പേർക്ക് 1,600 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന ലോകത്തിലെ തന്നെ അത്ഭുതങ്ങളിലൊന്നായ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയാം. അതിൽ തന്നെ താങ്കൾ സൂചിപ്പിക്കാത്ത കാര്യമുണ്ട്. എവിടെയാണ് കേന്ദ്ര സർക്കാർ ഈ പെൻഷന് വേണ്ടി എത്ര രൂപയാണ് ചെലവഴിക്കുന്നത്? വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാർ എത്ര രൂപയാണ് ചെലവഴിക്കുന്നത്? കേന്ദ്രം നികുതി വിഹിതം അടക്കം വെട്ടിക്കുറയ്ക്കുമ്പോൾ അതിനെതിരെ ഒരു വാക്ക് പറയാതിരിക്കുകയും കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന താങ്കളുടെ പാർട്ടിയുടെയും താങ്കളുടെ മുന്നണിയുടെയും ആ നിലപാടാണ് ഇവിടെ വലിയ പ്രശ്നമായി, പ്രതിസന്ധിയായി ചിത്തരഞ്ജൻ ചൂണ്ടിക്കാട്ടിയത്. അല്ല ശ്രീ സിജു, അങ്ങ് പറഞ്ഞതിനെല്ലാം ഞാൻ അഡ്മിറ്റ് ചെയ്യാണ്. നോക്കൂ, അങ്ങ് പറഞ്ഞത് കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങൾ ഞങ്ങൾ പറയുന്നില്ല ഈ ചർച്ചയിൽ എന്നാണല്ലോ അങ്ങ് പറയുന്നത്. ഈ ചർച്ച മോദി ഗവൺമെന്റിന്റെ വിലയിരുത്തലല്ലോ, പിണറായി ഗവൺമെന്റിന്റെ വിലയിരുത്തലാണ്. അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ചർച്ച കോൺസെൻട്രേറ്റ് ചെയ്യുക പിണറായി ഗവൺമെന്റുമായി ബന്ധപ്പെട്ടാണ്. രണ്ടാമതായി അങ്ങ് പറഞ്ഞു സെസ് പിരിച്ചതടക്കമുള്ള ചെറിയ ചെറിയ വിഷയങ്ങളിലേക്ക് ഞാൻ ചർച്ചയെ വലിച്ചടിച്ചുകൊണ്ട് പോകുന്നത്. സെസ് പിരിച്ചിട്ടില്ല സിജു. ഈ വളരെ കൃത്യമായി വിവരാവകാശ രേഖകൾ പ്രകാരം ഈ 2 രൂപ അധിക സെസ് സർക്കാരിലേക്ക് എത്തിയിരിക്കുന്ന 60% പരം മാത്രമാണ്. ബാക്കി പിരിച്ചെടുക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. അതായത് സെസ്, ടാക്സ്, GST അടക്കമുള്ള താങ്കൾ ഈ കണക്കുകൾ നികുതി വരുമാനത്തിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഓരോ വർഷവും നികുതി വരുമാനം കൃത്യമായി തനത് വരുമാനം സർക്കാർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് താങ്കൾ കാണാത്തത് എന്താണ്? അത് താങ്കൾ കാണാത്തത് കേരളം പോലെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റിൽ പിണറായി വിജയൻ എന്നല്ല ആര് ഭരിച്ചാലും അത് ഓരോ വർഷം കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇനി ആരും ഭരിക്കുന്നില്ല എന്നിരിക്കട്ടെ, എങ്കിലും അത് കൂടിക്കൊണ്ടിരിക്കും. അവിടെ ഒരു മുഖ്യമന്ത്രി എന്ന് പേരെഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ പോലും കൂടും. കാര്യം കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. അങ്ങേപോലെ ഒരു സീനിയർ മാധ്യമ പ്രവർത്തകൻ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. ശ്രീ വസന്ത്, കണ്ണടച്ചിരുട്ടാക്കൽ എന്ന് പറയുന്നത് താങ്കളാണ് നടത്തുന്നതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ഇനിയും പറയാം
600 പ്രകടന പത്രികയിൽ പറഞ്ഞ 600 കാര്യങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ ആ 600 കാര്യവും നടപ്പിലാക്കി എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. പ്രകടന പത്രികകൾ തമാശയാണെന്ന് പറഞ്ഞ ചില ആൾക്കാരെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. ഏതായാലും വസന്തിലേക്ക് തിരികെ വരാം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ സജീവൻ ചേരുന്നുണ്ട്. ശ്രീ എ സജീവൻ, താങ്കൾ PP ചിത്തരഞ്ജൻ പറഞ്ഞതും വസന്ത് സിറിയക്ക് പറഞ്ഞതും താങ്കൾക്ക് കേട്ടിട്ടുണ്ടാകും. ഈ 3-ാം വർഷം കഴിഞ്ഞ് 4-ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന സർവതലസ്പർശിയായ വികസനം, ഇച്ഛാശക്തിയോടുകൂടി നടപ്പിലാക്കിയ നിരവധി കാര്യങ്ങൾ, അത് ദേശീയപാത വികസനമായാലും ജലമെട്രോ നടപ്പിലാക്കിയതായാലും 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നതായാലും അങ്ങനെ നിരവധി കാര്യങ്ങൾ, 5 ലക്ഷം പേർക്ക് ലൈഫിലൂടെ ഭവനം നൽകിയതായാലും ഇങ്ങനെ നിരവധി നേട്ടങ്ങൾ, പട്ടയം നൽകിയതടക്കമുള്ള കാര്യങ്ങൾ, ഇത് വിഭവപരിമിതമായ ഒരു സംസ്ഥാനം കൃത്യമായ ആസൂത്രണത്തിലൂടെ നടപടികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ചില കാര്യങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ ഒരു സർക്കാരിനെ ഇങ്ങനെ നിരന്തരം കണ്ണടച്ച് എതിർത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ രാഷ്ട്രീയം, അത് ഒരേ സമയം തന്നെ കേന്ദ്രത്തിന് ഒത്താശ പാടൽ കൂടിയാണെന്നാണ് PP ചിത്തരഞ്ജൻ പറഞ്ഞു വെക്കുകയും ചെയ്തത്. താങ്കൾ എങ്ങനെയാണ് ഈ 3-ാം വർഷം പൂർത്തിയാക്കിയ 4-ാം വർഷത്തിലേക്ക് കടക്കുന്ന 2ാം പിണറായി സർക്കാരിനെ വിലയിരുത്തുന്നത്? എ സജീവൻ. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന കക്ഷിക്കോ ഭരിക്കുന്ന മുന്നണിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് സ്വാഭാവികമായ കാര്യമാണ്. ഇത്തവണ എന്തുകൊണ്ടാണ് ഇപ്പം വസന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്രയും രൂക്ഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ആദ്യത്തെ തവണ ഇപ്പോൾ 1-ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് ഒരു ഉറപ്പുമില്ലാത്തൊരു കാലത്ത്, കാരണം ഉറപ്പുമില്ലായ്മ പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ തരണം ചെയ്തെന്ന് പറയുന്നുണ്ടല്ലോ. സത്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നേരിട്ട കാലം എന്ന് പറയുന്നത് 1-ാം പിണറായി സർക്കാരിൻ്റെ കാലമാണ്. അതിരൂക്ഷമായ രൂപത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും ഭരണത്തുടർച്ച ഉണ്ടായെന്ന് മാത്രമല്ല, ആദ്യമുള്ളതിനേക്കാൾ കൂടുതൽ 8 സീറ്റ് കൂടുതൽ, അതായത് സെഞ്ചുറിക്ക് 1 കുറവ് എന്ന രീതിയിലേക്ക് ഭരണം പിടിച്ചെടുക്കാൻ, ഭരണം നിലനിർത്താൻ പിണറായി സർക്കാരിന് കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരു തവണ നഷ്ടപ്പെട്ട ഭരണം രണ്ടാമതും നഷ്ടപ്പെടുമ്പോൾ പ്രതിപക്ഷത്തിന് വലിയധികം പ്രശ്നങ്ങളുണ്ട്. അവർ കിട്ടുന്നതൊക്കെ ആയുധമായിട്ട് ഉപയോഗിക്കും. അത് സ്വാഭാവികമായ കാര്യമാണ്. പ്രതിപക്ഷം അത് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ട് ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളിൽ കൺവിൻസിങ് ആയിട്ടുള്ള രൂപത്തിൽ അത് അവതരിപ്പിച്ച് അതിൽ വിജയം നേടുക എന്ന് പറയുന്നത് പറ്റുന്നില്ല. ഓരോ വിഷയം കൊണ്ടുവരും, അത് പിറ്റേ ദിവസം അസ്തമിച്ചു പോകുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കേന്ദ്രത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഇവിടെ നിൽക്കുന്ന ഗവർണറുടെ ഭാഗത്തുനിന്ന് ഈ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, കേരള സർക്കാർ മാത്രമല്ല എല്ലാ BJP ഇതര സർക്കാരുകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിഭീകരമായ പ്രശ്നമുണ്ട്. തമിഴ്നാട്ടിലെ ഗവർണറാണെങ്കിലും മറ്റ് മഹാരാഷ്ട്രയിലെ ഗവർണറാണെങ്കിലും ബംഗാളിലെ ഗവർണറാണെങ്കിലും ഇങ്ങനെ BJP ഭരിക്കാത്തടത്തെ ഗവർണർമാർ മുഴുവൻ അതിരൂക്ഷമായ രൂപത്തിലാണ് പ്രതികരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ഇവിടെ കേന്ദ്രത്തിന് അനുവദിക്കപ്പെടേണ്ട തുക അത് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയപ്പോൾ കോടതിയുടെ ഭാഗത്തൊരു പരാമർശം ഉണ്ടാവും എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ കൊടുക്കാം എന്ന് കേന്ദ്രം പറഞ്ഞുള്ളത്. അപ്പോൾ അതുവരെ ഒരു ചില്ലിക്കാശും കൊടുക്കില്ല എന്നുള്ള കടുംപിടുത്തത്തിലായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? കേരളത്തിന് അർഹതയില്ല എന്ന് പറഞ്ഞിട്ട് കേരളത്തിന് കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ സുപ്രീം കോടതി ഇടപെടുന്നു. സുപ്രീം കോടതി വളരെ കർക്കശമായിട്ട് ഇടപെടുന്നു. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനം പ്രഖ്യാപിക്കണമോ എന്ന് പറയുമ്പോഴാണ് തീരുമാനത്തിലേക്ക് കൊടുക്കാം എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ പിണറായി സർക്കാരിന് മാത്രമല്ല BJP ഇതര സർക്കാരുകൾക്കെല്ലാം അതിരൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്താണ് ഇവിടെ ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അനാവശ്യമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും തമാശ തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടിയുടെ കൈവിരൽ ശസ്ത്രക്രിയയ്ക്ക് പകരം ആ നാവിന് ശസ്ത്രക്രിയ നടത്തി. അത് ഒരു ഡോക്ടർക്ക് പറ്റിയ പിഴവ് എന്നാൽ അത് ബോധപൂർവം അല്ലാതെയൊക്കെയുള്ള പിഴവാണെന്ന് വയ്ക്കാം. അതിനെതിരെ നടപടിയെടുക്കാനുള്ള ബാധ്യത ബന്ധപ്പെട്ട വകുപ്പിനാണ്, ബന്ധപ്പെട്ട സർക്കാരിനാണ്. ഈ ഗവർണർ അതിൽ പോലും ഞാനിത് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്, ഞാൻ നടപടിയെടുക്കാൻ പോകുന്നൊക്കെ പറയുന്ന രീതിയിൽ
ഒരു സൂപ്പർ ഗവൺമെൻറ്റായിട്ട് ഗവർണർ മാറുന്നൊരവസ്ഥയുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനമായിട്ട് ഞാൻ ഇത്തവണ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണെങ്കിലും രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഇതുവരെയുള്ള കാലത്താണെങ്കിലും അവർ മുന്നോട്ടേക്ക് വെച്ചൊരു ഒരു കാര്യം കൗതുകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളിതാ പ്രകടന പത്രികയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്നൊക്കെ ടിക്ക് മാർക്ക് ചെയ്തുകൊണ്ട് ഓരോന്ന് ഇത് നടപ്പാക്കി എന്ന് പറഞ്ഞ് പോകാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രതിപക്ഷം നോക്കേണ്ടത്. അങ്ങനെ നേരത്തെ പ്രകടന പത്രികയൊന്നുമില്ല. ഞങ്ങൾ ഭരിക്കുമ്പോൾ ഗംഭീരമായി ചെയ്തു എന്നാണ് എല്ലാ സർക്കാരും, ഇപ്പം LDF ആണെങ്കിലും UDF ആണെങ്കിലും ഒക്കെ പലപ്പോഴും പറയാറുള്ളത്. പക്ഷേ ഇതാ പ്രകടന പത്രിക പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഒരു ആലങ്കാരിക വസ്തുവായിട്ട് ഒരു നോക്കുകുത്തിയായിട്ട് വെക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തെ സർക്കാരിനാണെങ്കിലും ഇത്തവണയാണെങ്കിലും ഞങ്ങൾ പ്രകടന പത്രികയിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, അത് ഇന്ന കാര്യങ്ങൾ നടപ്പാക്കി, ഇപ്പോഴത്തെ രണ്ടാമത്തെ സർക്കാരിൻ്റെ കാലത്തും ഇത്ര കാര്യങ്ങൾ നടപ്പാക്കി, ഇനി ഇത്ര കാര്യങ്ങൾ നടപ്പാക്കാനുണ്ട് എന്ന് പറയുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഈ പ്രതിസന്ധികളെ പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായ അത്ര പ്രതിസന്ധി ഉണ്ടായില്ല. കാരണം അതിഭീകരമായിട്ട് നമ്മൾ ബിരിയാണി ചെമ്പിൻ്റെ കാര്യവും കാരക്കയുടെ കുരുവിൻ്റെ കാര്യമൊക്കെ നമ്മൾ കേട്ടാണല്ലോ. അതൊന്നും ഇതൊക്കെ വരുമ്പോഴുണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ കോടതിയിലോ അതല്ലെങ്കിൽ ഈ അന്വേഷണ ഏജൻസികൾക്കോ ഒക്കെ തെളിയിക്കാൻ പറ്റാതെ പോകുന്നു, വേണ്ടത്ര തെളിവുകൾ കൊണ്ടുവരാൻ പറ്റാതെ പോകുന്നു. അത് സ്വാഭാവികമായിട്ട് അതിങ്ങനെ കൂടി വരുമ്പോൾ ജനം പറയും ഇത് ഇവർക്ക് വേറെ പണിയില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകും. സത്യത്തിൽ പ്രതിപക്ഷം ആയുധങ്ങൾ കൃത്യമായിട്ടുള്ള ആയുധങ്ങൾ ശേഖരിച്ച് ആ ആയുധം കൃത്യമായിട്ട് പ്രയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. അത് പ്രയോഗിക്കാൻ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒന്നാം പിണറായി സർക്കാർ ഭരണത്തുടർച്ച ഉണ്ടാക്കിയതുപോലെ ഈ സർക്കാരും ഒരുപക്ഷെ ഭരണത്തുടർച്ച ഉണ്ടാക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത. ശരി, വളരെ താങ്കൾ പറഞ്ഞത് വളരെ കാര്യമായ ചില കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഇപ്പോൾ വൈകിയാണെങ്കിലും BJP നേതാവ് BG വിഷ്ണു നമ്മോടൊപ്പം ചേർന്നു. BG വിഷ്ണു ചർച്ചയുടെ തുടക്കത്തിൽ PP ചിത്തരഞ്ജൻ CPM നേതാവ് പറഞ്ഞത് കൃത്യമായ ഇടപെടലുകൾ ഇച്ഛാശക്തിയോടുകൂടി നടപ്പിലാക്കിയത്, പറഞ്ഞതെല്ലാം നടപ്പിലാക്കിയ സർക്കാരാണ് അതിൻ്റെ 4ാം വർഷത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ രൂക്ഷമായ ചില വിമർശനങ്ങൾ പ്രതിപക്ഷത്തോട്, പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിനോട്, സംസ്ഥാനത്തെ പ്രതിപക്ഷത്തോട്, താങ്കളുടെ പാർട്ടിക്കെതിരെയും വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. വല്ലാത്ത പ്രതിസന്ധികളാണ് കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചത്. ഒപ്പം തന്നെ താങ്കളുടെ ഗവർണർ, താങ്കളുടെ പാർട്ടി, താങ്കളുടെ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഗവർണർ, നേരത്തെ സജീവൻ സൂചിപ്പിച്ചതുപോലെ സൂപ്പർ ഗവൺമെൻറ് ചമയാൻ ശ്രമിച്ച ഗവർണർ അടക്കം സൃഷ്ടിച്ച പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട് ഈ സർക്കാർ നേടിയ നേട്ടങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. കോടതിയിലടക്കം പോയി കേരളത്തിന് വിഹിതം വാങ്ങേണ്ട ഒരു സാഹചര്യം, അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു താങ്കളുടെ പാർട്ടിയും താങ്കളുടെ കേന്ദ്ര സർക്കാരും താങ്കളുടെ പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ. എന്നിട്ടും വലിയ നേട്ടങ്ങളാണ് ഈ സർക്കാർ നേടിയത്. പറഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങൾ നേടിയെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു എന്നതുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തോട് താങ്കളുടെ കേന്ദ്ര സർക്കാരിന് ഇങ്ങനെ പ്രതികാര മനോഭാവത്തോടുകൂടി പെരുമാറാൻ കഴിഞ്ഞത്? എല്ലാ കാര്യത്തിലും കേരളം നമ്പർ 1 എന്നാണ് CPMൻ്റെ വാദം. ആരോഗ്യ മേഖലയിൽ നമ്പർ 1. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ചികിത്സ തരണമെങ്കിൽ ഈ രാജ്യത്തോ അദ്ദേഹത്തിൻ്റെ നമ്പർ 1 കേരളത്തിലൊന്നും സൗകര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം വിദേശത്തേക്ക് പോകും. ടൂറിസം മേഖലയിൽ കേരളം നമ്പർ 1 ആണ്. പക്ഷേ കേരളത്തിലും മുഖ്യമന്ത്രിക്ക് പോകാൻ ടൂറിസത്തിന് പോകണമെങ്കിൽ അതും വിദേശത്ത് പോകണം. ഇങ്ങനെ കേരളത്തിലെ മന്ത്രിമാർക്കും ഉന്നതന്മാർക്കുമെല്ലാം നമ്പർ 1 എന്ന് പൊതുജനങ്ങളോട് പറയുകയും തങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവരാശ്രയിക്കുന്നത് മറ്റ് വിദേശ രാജ്യങ്ങളെയാണ്. അവർ പാവപ്പെട്ട ജനങ്ങളോട് പറയും ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്പർ 1 എന്നാണ്. ഒരു കാലഘട്ടം മുഴുവൻ സ്വകാര്യ വിദ്യാഭ്യാസത്തെ എതിർത്തു. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ മകളടക്കം അതേ കാലഘട്ടത്തിൽ ഒരു വശത്ത് SFIക്കാർ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നിന്ന് പോലീസുകാരോട് യുദ്ധം ചെയ്യുമ്പോൾ മറുവശത്ത് പിണറായി വിജയൻ്റെ മകളടക്കം സ്വകാര്യ സർവകലാശാലയിൽ പഠിക്കുന്നു. പറയുന്നതിനോടും പ്രവർത്തിക്കുന്നതിനോടും യാതൊരുവിധ ബന്ധവും പുലർത്താത്ത ഒരു പാർട്ടിയാണ് CPM. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷ മേഖലയിൽ ഞങ്ങൾ കർക്കശമായി കാര്യങ്ങൾ നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ പാവപ്പെട്ട അമ്മമാർക്ക് പെൻഷൻ കിട്ടിയിട്ട് എത്ര നാളായി? കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി എവിടെ എത്തിയിരിക്കുന്നു? എന്ത് സാമ്പത്തിക പ്രതിസന്ധി മിസ്മാനേജ്മെൻറ്റിൽ ഉണ്ടായാലും അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും എന്ന് പറയാൻ CPM നേതാക്കന്മാർക്ക് യാതൊരു പഞ്ഞവുമില്ല. കാരണം അവരൊരു പുകമറ സൃഷ്ടിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയുമില്ല.
അതിൻ്റെ ചുമതല കേരളത്തിൽ കഴിഞ്ഞ 10-15 ദിവസമായി ഇവിടെ ആർക്കും കൈകാട്ടിയിട്ടില്ല. കേരളത്തിൽ ഗുണ്ടാ വിളയാട്ടമല്ലേ നടക്കുന്നത്? പട്ടാപ്പകൽ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ മനുഷ്യനെ കടിച്ചു കീറി കൊല്ലുന്ന മൃഗീയമായ സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷ പൂർണ്ണമായും തകർന്നു. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമായി മാറി. കേരളത്തിലെ പോലീസിനെ കൈവിലങ്ങുകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്. ഇവിടുത്തെ മാഫിയകൾക്കെതിരെ, ഗുണ്ടാ ഭീകരന്മാർക്കെതിരെയൊന്നും നടപടിയെടുക്കാൻ കേരളത്തിൻ്റെ പോലീസിന് കഴിയുന്നില്ല. കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനത്തിന് കേരളത്തിന് വലിയ രീതിയിൽ ഇടം നേടുന്നു. കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിൻ്റെ ATS തലവനില്ലായിരുന്നു. കാരണം ഒരു വാർത്തയുമായി മാധ്യമങ്ങൾ ഒരു വാർത്ത നൽകിയപ്പോൾ അത് ശ്രീ P. വിജയൻ ചോർത്തി നൽകി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിയെ കൊണ്ടുവന്ന വിഷയത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് ആ സ്ഥാനം ഒരു വർഷത്തേക്ക് സർക്കാർ ഒഴിച്ചിട്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കേരളത്തെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ജനങ്ങളോട് പ്രതിബദ്ധത പുലർത്തുന്നത്? ഈ പ്രതിബദ്ധതയുടെ കാര്യം പറഞ്ഞപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു CPM-ന്റെ അവകാശവാദം എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ ഞാൻ ചില കണക്കുകൾ, കാര്യങ്ങൾ താങ്കളുടെ മുന്നിലേക്ക്, ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. താങ്കൾ പറഞ്ഞു CPM-ന്റെ അവകാശവാദമാണ് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. നിതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ തുടർച്ചയായി ഒന്നാമത് നിതി ആയോഗാണ്. ശ്രദ്ധിക്കണം, 2022 സുസ്ഥിര വികസന സൂചികയിലും 2023 ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായും നിതി ആയോഗ് തിരഞ്ഞെടുത്തത് കേരളത്തെയാണ്. 2021 ദേശീയ ഗവേണൻസ് അവാർഡും ഇന്ത്യൻ പോലീസ് ഫൗണ്ടേഷൻ്റെ അഴിമതി വിമുക്ത സേവനത്തിനുള്ള പുരസ്കാരവും കേരളത്തിനാണ്. പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ പ്രസിദ്ധീകരിച്ച സൂചികയിൽ മികച്ച ഭരണം നടത്തുന്ന സംസ്ഥാനത്തിൻ്റെ സൂചികയും കേരളം ഒന്നാമതാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ മികവിൻ്റെ സൂചികയിലും കേരളം ഒന്നാമതാണ്. കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യമന്ത്രൻ പുരസ്കാരവും കേരളത്തിനാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വയോശ്രേഷ്ഠ പുരസ്കാരം 2021 കിട്ടിയതും കേരളത്തിനാണ്. 2023 ന്യൂയോർക്ക് ടൈംസ് തിരഞ്ഞെടുത്ത ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസം കേന്ദ്രങ്ങളിൽ കേരളമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഏക സംസ്ഥാനം. ഇങ്ങനെ നീതി ആയോഗും കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളും കേരളത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, കേരളത്തിനെ മാനിച്ചുകൊണ്ട് ചില നേട്ടങ്ങൾ അവർ തന്നെ പറയുകയും ചെയ്യും. ഇതൊന്നും CPM-ന്റെ അവകാശവാദമല്ല. നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ താങ്കളെയും ആരെയും ഞാൻ പഠിപ്പിക്കേണ്ടതുമില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് താങ്കൾക്ക് വീണ്ടും ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വരാൻ കഴിയുന്നത്? എനിക്ക് താങ്കൾ ഉന്നയിച്ച ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുക ശ്രീ ചിത്തരഞ്ജൻ തന്നെയാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. ശ്രീ ചിത്തരഞ്ജൻ, ബിജു വിഷ്ണു പറഞ്ഞതിന് താങ്കൾക്ക് കൃത്യമായി മറുപടി പറയാനുണ്ട്. CPM-ന്റെ നേതാവിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അടക്കം അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ താങ്കൾക്ക് മറുപടി പറയാനുണ്ടാകും. ചിത്തരഞ്ജൻ, കേന്ദ്രത്തിലെ BJP ആയാലും കേരളത്തിലെ പ്രതിപക്ഷമായാലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും എങ്ങനെ കരിവാരിത്തേക്കാൻ കഴിയും, എങ്ങനെ അവരെ അപകീർത്തിപ്പെടുത്താൻ കഴിയും, അതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നത് അവർ ഇന്ന് തുടങ്ങിയതല്ലല്ലോ. അതൊന്നും യഥാർത്ഥത്തിൽ മറുപടി പോലും അർഹിക്കുന്നതല്ല. പലതും വലിയ മലവെള്ളപ്പാച്ചിൽ പോലെയാണല്ലോ കൊണ്ടുവന്നിട്ട് എന്താ സംഭവിച്ചത് നമ്മൾ കണ്ടു. ഞാൻ അതിനുവേണ്ടിയല്ല സമയം മെനക്കെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തൽ നടത്തേണ്ടതാണ്. അതൊരു കവലപ്രസംഗം പോലെ നടത്താനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. വസ്തുതാപരമായ കണക്കുകൾ നിരത്തി വെച്ചുകൊണ്ട് സംസാരിക്കാനാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു ഈ 57,000 കോടി എന്നൊക്കെ പറയുന്നത് കളവാണ്, തെറ്റാണ്, അത് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ ആ സുഹൃത്തിൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിൻ്റെ നിയമസഭയിൽ തന്നെ ആധികാരികമായി ഗവൺമെൻറ് പറഞ്ഞെന്താ, നമ്മുടെ സംസ്ഥാനത്തിന് 10ാം ധനകാര്യ കമ്മീഷൻ, ആ 10ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് നമ്മുടെ വിഹിതം 3.89%. ഇപ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ നമുക്ക് എത്ര കിട്ടി? നമ്മുടെ വിഹിതം 1.92% കുറഞ്ഞു. ഇതിൻ്റെ ഫലമായി ഉണ്ടായ കുറവ് എത്രയാണ്? 18,000 കോടി രൂപ. നമുക്ക് GST നഷ്ടപരിഹാരം, ആ നഷ്ടപരിഹാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നൽകേണ്ട തുക എത്രയാണ്? 12,000 കോടി. റവന്യൂ കമ്മി ഗ്രാൻറ്റിൽ നമുക്ക് 8,400 കോടി രൂപയുടെ കുറവുണ്ടായി. വായ്പ നമുക്കെടുക്കാനുള്ള പരിധി അത് വെട്ടിക്കുറച്ചത് മൂലം 19,600 കോടി രൂപയുടെ കുറവാണ് വന്നത്. ഞാനീ പറഞ്ഞത് കേരളത്തിലെ നിയമസഭയിൽ ആധികാരികമായി വെച്ച
ഗവൺമെൻറ് വെച്ച കണക്ക് അത് നിങ്ങൾക്കാർക്കും പരിശോധിക്കാം. ഇത് തന്നെയാണ് നമ്മൾ സുപ്രീം കോടതിയുടെ മുമ്പിലേക്ക് കൊടുത്തത്. ഇതിൽ കൊടുക്കുമ്പോൾ വായ്പ എടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് തടസ്സമുള്ളത്. ബാക്കി പലതിനെ സംബന്ധിച്ചോളം കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നിലപാട് നമുക്കറിയാമല്ലോ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയപ്പോൾ ആ സുപ്രീം കോടതി ഈ കാര്യങ്ങൾ കേരളത്തിൻ്റെ ഈ കേസ് പരിഗണനയ്ക്കെടുത്തുകൊണ്ട് എന്താ കേന്ദ്രത്തോട് പറഞ്ഞത്? സംസ്ഥാനവുമായി ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാനാണ് പറഞ്ഞത്. കേരളം പറഞ്ഞത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരാവശ്യമാണ് മുന്നോട്ട് വെച്ചതെങ്കിൽ അപ്പം തന്നെ എടുത്ത് സുപ്രീം കോടതി ദൂരെ എറിയില്ലേ? ചർച്ച ചെയ്യുവാൻ പറഞ്ഞു. ആ ചർച്ച ചെയ്യുവാൻ രണ്ട് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തയ്യാറാകാൻ പറഞ്ഞു. കേരളം ചർച്ചയ്ക്ക് തയ്യാറായി. കേരളത്തിലെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അടക്കമുള്ള മന്ത്രിയും അതുപോലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ഡൽഹിയിൽ പോയി. അപ്പോൾ എന്താ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നിലപാട് എന്തായിരുന്നു? കേസ് പിൻവലിച്ചിട്ട് വരൂ, എന്നിട്ട് ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇത്ര ജനാധിപത്യ വിരുദ്ധവും ധിക്കാരത്തോടും കൂടെ സംസാരിക്കാവോ? ഒരു സംസ്ഥാനത്തിന് വെട്ടിക്കുറച്ച വിഹിതത്തെ സംബന്ധിച്ച് കോടതിയിൽ പോകേണ്ടി വന്നൊരവസ്ഥ. അപ്പോഴാണ് കോൺഗ്രസിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് ഇത്ര ധിക്കാരപരമായി കേന്ദ്ര ഗവൺമെൻറ് അഭിപ്രായം പറയുമ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും KPCCയുടെ പ്രസിഡൻറ്റും ഒക്കെ കൈയടിച്ച് ചിരിക്കുകയല്ലായിരുന്നോ? കേന്ദ്ര ഗവൺമെൻറ്റിന് അവർ അപ്പോൾ പിന്തുണ കൊടുക്കുന്നൊരു നിലപാടല്ലേ അവരുടെ മൗനത്തിലൂടെ ഉണ്ടായത്? അവസാനം കോടതി എന്ത് പറഞ്ഞു? കോടതി കർശനമായി ഇടപെട്ട് വർത്തമാനം പറഞ്ഞതിനെ തുടർന്നല്ലേ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നമുക്ക് നൽകാനുള്ള തുകയിൽ ഒരു ഭാഗമെങ്കിലും തരുവാൻ തയ്യാറായത്? അപ്പോൾ ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കണ്ടതല്ലേ? നമ്മുടെ നാട് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളല്ലേ? അതിനെ എത്രയധികം മറച്ചു വെക്കുവാൻ ശ്രമിച്ചാലും അത് വിജയിക്കുമോ? പിന്നെ നിങ്ങളിവിടെ പറയുന്നു കേരളം ഒത്തിരി നികുതി പിരിച്ചെടുക്കുവാനുണ്ട്. ശരിയാണ്, കേരളത്തിന് നികുതി കുടിശ്ശിക ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഈ കേരളം, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നേരിടേണ്ടി വന്ന പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമ്മുടെ വരുമാനത്തിന് വലിയ കുറവുണ്ടായി. ചെലവ് വർദ്ധിച്ചു, വരുമാനത്തിന് കുറവുണ്ടായി. രണ്ട് പ്രളയത്തെ കേരളമല്ലാതെ ആർക്കാ അഭിമുഖീകരിക്കാൻ കഴിയുന്നത്? ഇത്ര വലിയ തോതിൽ നഷ്ടം വന്നിട്ടും ഈ കേരളത്തെ കെട്ടി ഉയർത്തിയില്ലേ? റോഡുകൾ, പാലങ്ങൾ തകർന്ന് തരിപ്പണമായില്ലേ? വൈദ്യുതി ലൈനുകൾ ഒഴുകിപ്പോയില്ലേ? ആ സന്ദർഭത്തിൽ, ആ പ്രളയത്തിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് സംരക്ഷണം. ഞാൻ പറഞ്ഞത് വ്യവസായ മേഖലയിൽ കോവിഡ് അടക്കമുള്ള വലിയ പ്രതിസന്ധിയുടെ ഫലമായി എല്ലാം വ്യവസായ മേഖലയിലടക്കം തൊഴിൽ മേഖലയിലടക്കം വന്നിട്ടുള്ള മാന്ദ്യം, ആ മാന്ദ്യത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് കുടിശ്ശിക ഉണ്ടായി. ആ കുടിശ്ശികയിൽ ഒട്ടനവധി കാര്യങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് മൊറട്ടോറിയം, അതുപോലെ തന്നെ തവണകളാക്കി കൊടുത്തു. ആരെയും ജപ്തി ചെയ്തില്ല, ഒരാളെപ്പോലും ജപ്തി ചെയ്യുവാൻ പോയില്ല. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ കേരളം കഴിഞ്ഞ ഒരൊറ്റ വർഷക്കാലത്തിനുള്ളിൽ 22%, താങ്കൾ പറഞ്ഞു മുഖ്യമന്ത്രിയും വേണ്ട, മന്ത്രിമാരും വേണ്ട, ആരുമില്ലെങ്കിലും ഈ കാശൊക്കെ പിരിച്ചെടുക്കുമെന്ന് പറഞ്ഞാൽ അത് അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുന്ന കാര്യങ്ങളാണോ പറയുന്നത്? കേരളം എത്ര ശക്തമായിട്ടാണ് ബന്ധപ്പെട്ട കാര്യങ്ങൾ വസന്ത് സിറിയക്കിന് അടക്കമുള്ളവർക്ക്, BG വിഷ്ണുവിന് അടക്കമുള്ളവർക്ക് ബോധ്യപ്പെടുന്നതുമാണ്. ശ്രീ വസന്ത്, PP ചിത്തരഞ്ജൻ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ധനകാര്യ കമ്മീഷൻ 3.17% നിന്ന് 1.9 വെട്ടിക്കുറയ്ക്കുമ്പോൾ അത് കേരളത്തിൻ്റെ, ഞാനും താങ്കളും ഉൾപ്പെടെയുള്ള ഓരോ ജനങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതമാണ് വെട്ടിക്കുറയ്ക്കുന്നത്. 2 മഹാപ്രളയങ്ങൾ കണ്ടു, വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം പെട്ടുപോയി. ഇവിടെയൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ കേരളം നിങ്ങളുടേതല്ല, ഈ സർക്കാർ നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടെടുക്കുന്നത്? നിങ്ങൾ നിലപാടെടുക്കേണ്ടത് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്കൊപ്പമല്ലേ? ഈ പൈസ കുറഞ്ഞു പോയെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണ്ടേ? എന്താണ് നിങ്ങളുടെ കർണാടകത്തിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ദില്ലിയിൽ സമരം വരുന്നല്ലോ, അവിടെ വിഹിതം വെട്ടിക്കുറച്ചപ്പോൾ അവിടെ അവർക്ക് അതാകാം, ഇവിടെ ആകില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ടി എടുക്കുന്ന നിലപാട് മഹാമോശമല്ലേ അത്? വസന്ത് സിറിയക്ക് ഒരു സംസ്ഥാനത്തോട് ചെയ്യുന്ന വലിയൊരു ചതിയല്ലേ അത്? അതല്ല, അങ്ങനെ എനിക്ക് സമയം തരണം. ശ്രീ ചിത്തരഞ്ജന്റെയും അങ്ങയുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുണ്ട്. ഒന്ന്, ശ്രീ ചിത്തരഞ്ജൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു CAG റിപ്പോർട്ടിൽ ഈ സംസ്ഥാന സർക്കാർ പിരിച്ചെടുക്കാനുള്ള 75,000 കോടിയിൽ കോടതി വ്യവഹാരങ്ങളിൽ പെടാത്ത 28,000 കോടി രൂപയുണ്ട്. അത് പിരിച്ചെടുക്കാൻ ഈ സർക്കാരിന് സാധിക്കാത്തത് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ
കോവിഡും പ്രളയവും അടക്കമുള്ള വിവിധ കാരണങ്ങളാലാണ് അങ്ങനെ പെട്ടു നിൽക്കുന്ന ഒരു സർക്കാരിന്റെ മുമ്പിൽ വന്ന് നിങ്ങൾ ടാക്സ് പിരിച്ചോ സർക്കാരെ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് നാണമില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതാണല്ലോ അതിന്റെ സാരാംശം. ശ്രീ ചിത്തരഞ്ജൻ, ഞാൻ നിങ്ങളുടെ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്തെ CAG റിപ്പോർട്ടിനെ പറ്റിയല്ല പറഞ്ഞത്, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ CAG റിപ്പോർട്ടിനെ പറ്റിയാണ്. ആ സാമ്പത്തിക വർഷത്തിൽ കോവിഡ് ഉണ്ടായിരുന്നോ? ആ സാമ്പത്തിക വർഷത്തിൽ പ്രളയം ഉണ്ടായിരുന്നോ? അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഉണ്ടോ? ഇനി അതുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, അദ്ദേഹം പറയുന്നു പ്രളയവുമായി ബന്ധപ്പെട്ട് കോവിഡുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്ത് വ്യാവസായിക രംഗം തകർന്നു നിൽക്കുമ്പോൾ സർക്കാർ പോയി ടാക്സ് പിരിക്കാൻ പോയാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം ചെയ്തു, ഞങ്ങൾ അങ്ങനെ ടാക്സ് പിരിച്ചവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് തീരുമാനിച്ചു. നല്ല കാര്യം, പക്ഷെ അത് പ്രഖ്യാപിക്കണമായിരുന്നു ബഡ്ജറ്റിൽ. ഞങ്ങൾ ടാക്സ് ഇളവ് കൊടുക്കുന്നു, അത് കൊടുക്കാല്ല, ആരും അറിയാതെ നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു, മികച്ച തീരുമാനം. പക്ഷേ അത് ആർക്കാ കൊടുത്തത്? ശ്രീ ചിത്തരഞ്ജൻ, ബാർ മുതലാളിമാരുടെ വ്യാവസായിക രംഗത്ത് എന്തെങ്കിലും ഇടിവുണ്ടായോ? കോവിഡിന്റെ കാലത്തും പ്രളയത്തിന്റെ കാലത്തും പിന്നീട് ഇങ്ങോട്ട് ഇതാ ഈ 2024 വരെയും ഈ സംസ്ഥാനത്തെ മദ്യ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബാർ മുതലാളിമാരുടെ ഖജനാവിലേക്ക് ഫണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാർ വഴി വിൽക്കുന്ന മദ്യത്തിന്റെ ശരാശരി ഉപയോഗം ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു, അവർക്ക് വ്യാവസായിക മാന്ദ്യം അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. 610 കോടി രൂപ ഒരു വർഷത്തെ GOP പിരിക്കാനുണ്ട്. പിരിക്കോ? പിന്നെ കോറി മുതലാളിമാരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ താങ്കൾ നേരത്തെയും ഈ കോറി മുതലാളിമാരുടെ കണക്കുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രസക്തമായ ചില വിഷയങ്ങളുണ്ട്. ശ്രീ വസന്ത് സിറിയക്ക് ഈ 58,000 കോടി GST വിഹിതം സംസ്ഥാനത്തിന് കിട്ടേണ്ട ഈ ധനകാര്യ കമ്മീഷനെ വെട്ടിക്കുറച്ച മൂലമുണ്ടായ വലിയ നഷ്ടം, ഇതിനെല്ലാം നിസ്സാരമായി കാണുകയും 610 നമുക്കറിയാം കണക്കുകൾ പണ്ട് തൊട്ടേ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കണക്കാണ്. മദ്യ നികുതി കൊണ്ടാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കണക്കുകളൊക്കെ നമുക്ക് വേറൊരു സാഹചര്യത്തിൽ പരിശോധിക്കില്ല. തുച്ഛമായ പൈസയാണ് ഈ മദ്യനികുതിയിൽ നിന്ന് കിട്ടുന്നത്. കൃത്യമായി നികുതി വരുമാനം, തനത് നികുതി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിനെല്ലാം നിസ്സാരവൽക്കരിക്കുകയും താങ്കൾക്ക് ഈ ചർച്ചയുടെ തുടക്കം മുതൽ താങ്കൾ പറയുന്നതാണ് ക്വാറി മുതലാളിമാരുടെ പൈസ, ഒപ്പം തന്നെ മദ്യ മുതലാളിമാരുടെ പൈസ എന്നൊക്കെ. ഇത് വളരെ ബാലിശമായ ചില കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ വസ്തുത എന്താണ് ശ്രീ വസന്ത് സിറിയക്ക്? ഇവിടെ വിഭവ പരിമിതിയുള്ള ഒരു സംസ്ഥാനം ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നു. ഞാൻ നേരത്തെ ഇവിടെ അവതരിപ്പിച്ച കണക്കുകൾ നിസ്സാരമായ കണക്കുകളല്ല. അത് സർക്കാരിന്റെ അവകാശവാദമല്ല, അത് CPM-ന്റെ അവകാശവാദമല്ല. ഇത് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് എല്ലാ കാലത്തും വൈതരണി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ. ഏതൊക്കെ തരത്തിലെ കേന്ദ്രം സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കാവോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രത്തിന്റെ നിതി ആയോഗ് നൽകിയ കണക്കുകളാണ് ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ വലിയ പ്രതിസന്ധികൾക്കിടയിൽ നിന്ന് വലിയ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ നിങ്ങൾ അതിനെ താറടിച്ച് കാണിക്കുന്നതാണ് ഇവിടെ ജനം വിലയിരുത്തുന്നത്. ശ്രീ വസന്ത് സിറിയക്ക് അല്ല, ഞാൻ പറഞ്ഞു തുടങ്ങിയുള്ളൂ. ഒന്ന് ചിത്തരഞ്ജൻ പറഞ്ഞ കാര്യത്തിന് ഉത്തരം പറഞ്ഞതാണ്. അതായത് അദ്ദേഹം പറഞ്ഞു വ്യാവസായിക മാന്ദ്യം ഉണ്ടായിരുന്നുകൊണ്ട് ടാക്സ് പിരിക്കാൻ പറ്റിയില്ല. വ്യാവസായിക മാന്ദ്യമില്ലാത്ത 2 മേഖലകൾ ഞാൻ പറഞ്ഞു. ഒരു വർഷം 610 കോടി രൂപ പിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര എമൗണ്ട് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പിരിച്ചിട്ടില്ല, പോട്ടെ, ഇനി അത് വിട്ടേക്കും. ഇനി രണ്ടാമതായി അങ്ങ് പറഞ്ഞ എന്താണ്, പ്രകടന പത്രികയിലെ എല്ലാം പൂർത്തിയാക്കിയോ? 1ഉം 2ഉം പിണറായി ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിലും വിവിധ ബഡ്ജറ്റുകളിലും പറഞ്ഞാണ് കോട്ടയത്തെ റബ്ബർ പാർക്ക്. എവിടെ എത്തി റബ്ബർ പാർക്ക്? അങ്ങനെ തുടങ്ങി എത്ര കാര്യങ്ങൾ വേണം നിങ്ങളുടെ പ്രകടന പത്രികയിലും ബഡ്ജറ്റിലും. അല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ശ്രീ വസന്ത് സിറിയക്ക് കൃത്യമായി അന്ന് 600 കാര്യങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ് 600 നടപ്പിലാക്കി. അത് വേറൊരു സാഹചര്യത്തിൽ താങ്കളുമായി ചർച്ചയ്ക്ക് ഞാനും തയ്യാറാണ്. അങ്ങനെ താങ്കൾ ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്ന റബ്ബർ പാർക്കിന്റെ വിഷയമാണ്. സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസനം, സ്കൂളുകളുടെ കാര്യം, ആരോഗ്യ മേഖലയ്ക്ക് അനുവദിച്ച തുക, അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസത്തിന് അനുവദിച്ച മറ്റു തുക, ഇതെല്ലാം കണക്കിലെടുക്കണ്ടേ? അതിന് പകരം താങ്കൾ റബ്ബർ പാർക്കിന്റെ കണക്ക് പറയുമ്പോൾ തന്നെ ഉണ്ട് ശ്രീ വസന്ത് സിറിയക്ക് മറ്റെല്ലാം സർക്കാർ ചെയ്തു എന്നുള്ളത്. താങ്കൾക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത് ഒരു റബ്ബർ പാർക്കിന്റെ വിഷയമാണ്. അതുമല്ലാതെ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് എത്രയധികം വികസന കാര്യങ്ങൾ ഈ സംസ്ഥാനം സർക്കാർ നടപ്പിലാക്കി, അതൊന്നും താങ്കൾ ചൂണ്ടിക്കാണിക്കാതിരിക്കുകയും റബ്ബർ പാർക്ക് എന്നുള്ള വിഷയം എടുത്തുകൊണ്ട് വരുമ്പോൾ ആ ചർച്ച കാണുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് ബാക്കിയെല്ലാം ഈ സർക്കാർ നടപ്പിലാക്കിയതാണെന്നുള്ളത്. ശ്രീ ചിത്തരഞ്ജൻ, താങ്കളോട് ചോദിച്ച ചോദ്യങ്ങളാണ് വസന്ത് സിറിയക്ക് താങ്കളോടാണ് ചോദിച്ചത്. ചിത്തരഞ്ജൻ, അല്ല, ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞു ഈ റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിലുള്ള വസ്തു എന്താ? റബ്ബറിൻ്റെ വിലയിടിവായാലും അല്ലെങ്കിൽ റബ്ബർ മേഖല നേരിടുന്ന അതിരൂക്ഷമായ പ്രതിസന്ധിയും കേന്ദ്ര ഗവൺമെൻറ് നയത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതല്ലേ? ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പരിഹരിക്കപ്പെടാൻ കഴിയുന്ന നിലയിലാണോ നമ്മൾ? എന്നിട്ട് പോലും റബ്ബർ കർഷകർക്ക് ഒരു ചെറിയ വർധനമെങ്കിലും കൊടുക്കാനല്ലേ നടപടി സ്വീകരിച്ചിട്ടുള്ളത്? കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ച് ഒരു വരി പറയുവാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാതെ
കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അക്ഷരം പോലും മിണ്ടാതെ അവരുടെ ഗവൺമെൻറ്റുകൾ തന്നെ ഉള്ള സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുകൾ കേന്ദ്രത്തിൽ ഇന്നിരിക്കുന്ന BJP ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നയങ്ങളുടെക്കെതിരായി ശക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് എത്ര അധികമാണ് ഈ കേരളത്തിൽ ഇന്ന് തരം താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ BJPയുടെ വക്താവ് കൂടെ പറയുകയുണ്ടായി, ആരോഗ്യ മേഖല, ടൂറിസം മേഖല, വിദ്യാഭ്യാസ മേഖല ഇതേ സംബന്ധിച്ചെല്ലാം. ഞാനതിൻ്റെ എല്ലാം വിശദാംശങ്ങൾക്ക് വരേണ്ട കാര്യമില്ല, ഇവിടെ സൂചിപ്പിച്ചതാണ്, ഞാനത് വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയല്ല. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ 100 പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വീതം അടച്ചുപൂട്ടാനാണ് ഈ തീരുമാനിച്ചത്. ആ അടച്ചുപൂട്ടാനെടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് 14 ലക്ഷം വിദ്യാർത്ഥികളാണ് കൂടുതലായി ഈ 8 വർഷക്കാലത്തുള്ളിൽ വന്നത്. ചെറിയ കാര്യമാണോ? കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞാൽ അത് വിൽപ്പന ചരക്കാക്കി മാറ്റിവെച്ചുകൊണ്ട് അൺഎയ്ഡഡ് സ്കൂളുകളും CBSE സ്കൂളുകളും വ്യാപകമായി ആരംഭിക്കുവാനും നാട്ടിലെ പൊതുവിദ്യാലയങ്ങളെ അടച്ചുപൂട്ടുവാനുമുള്ള നയം സ്വീകരിച്ചപ്പോൾ ആ മേഖലയെ സംരക്ഷിച്ച് നിർത്തി നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരൻ്റെ മക്കൾക്കും ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം അതല്ലേ കേരളം പ്രദാനം ചെയ്യുന്നത്. ആരോഗ്യരംഗം എന്തായിരുന്നു മുൻകാല ഗവൺമെൻറ്റൊക്കെ കാലഘട്ടത്തിലുള്ള സ്ഥിതി? ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായാൽ അതിനെ പെരുപ്പിച്ച് കാണിക്കുന്നവർ ഓർത്തോണം. ഈ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ, അതിനകത്ത് ഇന്ന് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടക്കം നടത്താൻ കഴിയുന്ന മെഡിക്കൽ കോളേജുകൾ, അതുപോലെ മറ്റ് ആശുപത്രികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകളിൽ വരെ വന്നിട്ടുള്ള മാറ്റം ഈ ഗവൺമെൻറ് വന്നില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ പൊതുജന ആരോഗ്യമുണ്ടോ? വലിയ സ്വകാര്യ ആശുപത്രി മുതലാളിമാരുടെ താല്പര്യമല്ലായിരുന്നോ UDFൻ്റെ കാലത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്? ഈ കേരളത്തിൻ്റെ വികസനം എടുത്തു നോക്കൂ. UDF ആകട്ടെ LDF ആകട്ടെ, ഞാൻ ചോദിക്കട്ടെ, UDFന് 10-40 MLA-മാരുണ്ടല്ലോ. നിങ്ങളുടെ മണ്ഡലത്തിലടക്കം BNBC റോഡ്, നല്ല പാലം, നല്ല കെട്ടിടങ്ങൾ, അതെല്ലാം എങ്ങനെ ഉണ്ടായി? ഈ കേരളത്തിൽ 80,000-ന് മുകളിൽ കോടി രൂപയുടെ പ്രവർത്തനമാണ് കിഫ്ബി മുഖാന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളം മാറുകയല്ലേ? വികസന രംഗത്ത് കേരളത്തിൽ 7,700 കോടിയോളം രൂപയല്ലേ നമ്മളിപ്പോൾ നാഷണൽ ഹൈവേക്ക് വേണ്ടി ഉപയോഗിച്ചത് സ്ഥലമെടുക്കാൻ? കേരളത്തിൽ 66 NH-40 നിർമ്മാണം നടക്കുമായിരുന്നോ ഈ ഗവൺമെൻറ് ഇല്ലായിരുന്നുവെങ്കിൽ? തീരദേശ ഹൈവേ, മലയോര ഹൈവേ വരികയല്ലേ? ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം അടിസ്ഥാന സൗകര്യം, പശ്ചാത്തല വികസനം ഉണ്ടായ കാലം ഏതാണ് ഉണ്ടായിട്ടുള്ളത്? നിങ്ങളിവിടെ ചെറിയ ചെറിയ ചില കാര്യങ്ങളെ മാത്രം കാണിച്ചുകൊണ്ട് അടിസ്ഥാന രംഗതവും അവാസ്തവപരവുമായിട്ടുള്ള ഇക്കിളിപ്പെടുത്തുന്ന നിലയിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എത്ര കാലം പോകും സുഹൃത്തെ? നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ദേശീയപാത വികസനത്തിന് ഇന്ത്യ രാജ്യത്ത് 25% തുക ഭൂമിയെടുക്കാൻ കൊടുക്കേണ്ടി വന്ന സാഹചര്യം എന്താണ്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പൂട്ടിക്കെട്ടി പോയതല്ലേ സ്ഥലമെടുക്കുന്നതിന് വേണ്ടിയുള്ള റവന്യൂ ഓഫീസുകളടക്കം? കേന്ദ്രം മുന്നോട്ട് നിർദ്ദേശം വെച്ചു. എന്താ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത്? നിങ്ങൾ നേരത്തെ നടപ്പിലാക്കേണ്ടിയിരുന്ന കാര്യം നിങ്ങൾ ചെയ്തില്ല, ഭൂമിക്ക് വില കൂടിയിരിക്കുന്നു, അതുകൊണ്ട് അതിൻ്റെ നഷ്ടപരിഹാരം എന്നുള്ളതിൽ നിങ്ങൾ ഇത്ര ശതമാനം വാങ്ങണം. അതിൻ്റെ അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചത് UDF. കേന്ദ്രം പറഞ്ഞ തുക കൊടുക്കാൻ കേരളം തയ്യാറായതുകൊണ്ടാണ് ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നെന്ന് ഏത് മലയാളിക്കാണ് അറിയാൻ കഴിയാത്തത്? കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയായിട്ടുള്ള ശ്രീ നിതിൻ ഗഡ്കരി തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? കേന്ദ്രം കൊടുത്തിട്ടുള്ള പദ്ധതികൾ മുൻകാലങ്ങളിൽ പലതും നടപ്പിലാക്കാതാണ് ഇരുന്നെങ്കിൽ ഈ കേരളം NHന്റെ വികസനമടക്കമുള്ള കാര്യങ്ങളിൽ എടുത്ത നിലപാടിനെ അദ്ദേഹത്തിന് പരസ്യമായി സ്വാഗതം ചെയ്യേണ്ടി വന്ന സാഹചര്യം അടക്കമില്ലേ? എന്തിനാണ് കോൺഗ്രസ് വിഷമിക്കുന്നത്? എന്തിനാണ് UDF ആ കാര്യത്തിൽ വിഷമിക്കുന്നത്? കേരളത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഞാനൊരു സ്വർണ്ണ മോഹനം കൊടുക്കും. എന്തിനാണെന്നറിയാമോ? 2 കാര്യം നടപ്പിലാക്കിയാൽ. ഒന്ന് NH, 2 ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പിലാക്കിയില്ലേ? ഞങ്ങൾ ഈ ഇച്ഛാശക്തി ശ്രീ BG വിഷ്ണു, PP ചിത്തരഞ്ജൻ ചൂണ്ടിക്കാട്ടിയ 2 വിഷയങ്ങൾ. ഒന്ന്, ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് 67,000 കോടിയുടെ വികസനത്തിൽ 25% തുക സംസ്ഥാനം ചെലവഴിക്കേണ്ടി വന്നു. രാജ്യത്ത് ഈ പൈസ ഇത്ര 25% തുക ചെലവഴിച്ച ഏക സംസ്ഥാനം കേരളമാണ്. പിന്നെ താങ്കളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ 2 കാര്യങ്ങൾ, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അത് നടപ്പിലാക്കിയാലും ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കിയാലും പിണറായി വിജയനെ ഞാൻ അംഗീകരിക്കുമെന്ന് പറഞ്ഞു. ഇത് ഇങ്ങനെ പറഞ്ഞ താങ്കളുടെ പാർട്ടിയുടെ അധ്യക്ഷനാണ്, ഒപ്പം തന്നെ
സംസ്ഥാനമെടുത്ത ഈ ദേശീയപാത വികസനത്തിന് നേതൃത്വം ഏറ്റെടുത്ത പിണറായിയെ അഭിനന്ദിച്ചത് താങ്കളുടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായ ദേശീയ നേതാവായ നിതിൻ ഗഡ്കരിയുമാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും ഈ കേരളം നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ ശ്രീ ബി ജി വിഷ്ണു? താങ്കളുടെ അടക്കമുള്ള താങ്കൾ ഈ ചർച്ചയ്ക്ക് തുടക്കം വരുന്നതിന് മുമ്പ് വസന്ത് സിറിയക്ക് പറഞ്ഞതും താങ്കൾ പറഞ്ഞതിലും ഒരേ സ്വരമായിരുന്നു, ഒരേ കാര്യങ്ങൾ തന്നെയായിരുന്നു. നിങ്ങൾ ഇരുകൂട്ടരും പറയുന്നത് കേരളം നിങ്ങൾക്ക് ഉള്ളതല്ല, കേരള സർക്കാർ നിങ്ങളുടേതല്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ഈ കേരളത്തിന് വരുന്ന നഷ്ടങ്ങൾ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള മനോവൈഷമ്യം ഉണ്ടാക്കുന്നില്ലേ? അല്ലേ, ഈ കേരളം എന്ന് പറയുന്നത് CPM-ൻ്റെയും പിണറായിയുടെയും കുടുംബസ്വത്തൊന്നുമല്ല. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് കേരളത്തിലുണ്ടായ വളർച്ച എന്ന് പറയുന്നത്. അല്ലാതെ കേരളത്തിലുണ്ടായ എന്ത് നേട്ടമുണ്ടായാലും അതെല്ലാം CPM-ഉം പിണറായി വിജയനും എന്ന് പറയുന്നത് ഒരു ശുദ്ധ മണ്ടത്തരമാണ്. അത് ജനങ്ങളുടേതാണ്, ജനങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. കേരളത്തിന് നല്ല വരുമാനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ സാമ്പത്തിക മേഖലയിൽ ജനങ്ങൾ പുരോഗമിച്ചത് എന്തുകൊണ്ടാണ്? വിദേശ നാണയം കൂടുതൽ നേടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി. കേരളത്തിലെ ബഹുഭൂരിപക്ഷം പേരും വിദേശത്ത് തൊഴിലെടുക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ നല്ല വിദേശ നാണയം വരുന്നുണ്ട്. പിന്നെ കേരളത്തിന് നേട്ടങ്ങളുണ്ടായി ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പക്ഷേ അത് പിണറായി വിജയൻ്റെ മാത്രം കഴിവുകൊണ്ടെന്നും CPM-ൻ്റെ മാത്രം നേട്ടമാണെന്ന് പറയുമ്പോഴാണ് ജനം CPM-നെതിരായി സംസാരിക്കുന്നത്. കാരണം കേരളത്തിലെ വികസനം ഉണ്ടാകുമ്പോൾ എല്ലാ കാലത്തും വഴിമുടക്കിയായി നിന്നിട്ടുള്ള പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ കേരളത്തിൽ വന്നപ്പോൾ, കേരളത്തിലെ തൊഴിൽ മേഖലയിൽ മാറ്റം വന്നപ്പോൾ താങ്കൾ മറ്റ് ഗസ്റ്റുകളൊന്നും പറഞ്ഞപ്പോൾ ദേശീയപാത വികസനം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഭാരത് മാല പദ്ധതി വഴിയാണ്. പിന്നെ കേരളത്തിലെ റോഡുകളുടെ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചതിൽ കൂടുതൽ മാർക്കറ്റ് വിലയുള്ള സംസ്ഥാനങ്ങളിൽ അത് ഏത് സംസ്ഥാനമാണോ ആ മാർക്കറ്റ് വിലയിൽ കൂടുതലുള്ളത് അവർ പണം മുടക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്. പക്ഷേ ഇനിയുള്ള അങ്ങോട്ടുള്ള കാര്യത്തിൽ വേണ്ട എന്ന് കേന്ദ്ര സർക്കാർ പൂർണ്ണമായി പറഞ്ഞിട്ടുണ്ടല്ലോ. കേരളത്തിന് കൊടുക്കാൻ പറ്റില്ല എന്ന് കേരളവും പറഞ്ഞു. അത് കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞത് ശ്രീ PP ചിത്തരഞ്ജൻ്റെ സുഹൃത്തു കൂടിയായ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായ G സുധാകരൻ എത്രയോ വട്ടം പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായപ്പോൾ കേരളത്തോട് കാട്ടിയ പദ്ധതി നടപ്പിലാക്കുന്നതിൽ സഹായം ഒരു സർക്കാരും UPA സർക്കാരിൻ്റെ ഒരു കാലഘട്ടത്തിലും ചെയ്തിട്ടില്ല. അദ്ദേഹം തന്നെ വളരെ കൃത്യമായി പറഞ്ഞു കേന്ദ്ര സർക്കാർ എപ്പോഴും കേരളത്തിന് അനുകൂലമായ നിലപാടാണ്. ഇപ്പോൾ അദ്ദേഹം G സുധാകരനെ തള്ളിപ്പറയുമായിരിക്കാം. കാരണം ഇപ്പോൾ G സുധാകരന് പാർട്ടിയിൽ എന്താണ് അവസ്ഥയെന്ന് എല്ലാവരെക്കാൾ കൂടുതൽ ബഹുമാന്യ ശ്രീ PP ചിത്തരഞ്ജൻ സാറിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം അത് ന്യായീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അംഗീകരിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കേരളത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന G സുധാകരൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം കേന്ദ്രം എപ്പോഴും കേരളത്തോട് നല്ല നിലപാടാണ് സ്വീകരിച്ചുള്ളത്. കാരണം കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മാത്രം വികസനമല്ല, രാജ്യത്തിൻ്റെ കൂടി വികസനമാണ്. അതിൽ മുഴുവൻ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ രാജ്യത്തിന് വികസനോന്മുഖമായ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അല്ലാതെ കേരളത്തിനുണ്ടായ നേട്ടങ്ങളൊന്നും നേട്ടങ്ങളല്ല എന്നല്ല ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ കേരളത്തിനുണ്ടായ നേട്ടങ്ങൾ അത് CPM-ൻ്റെയും പിണറായി വിജയൻ്റെ മാത്രം സ്വത്താണെന്ന് പറയുമ്പോൾ അതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങളുടെ അധ്വാനമുണ്ട്, കേരളത്തിലെ മറ്റ് സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുണ്ടായ പുരോഗതികളുണ്ട്. ഇതെല്ലാം ഉത്തരവാദിത്വം CPM-നല്ല. അല്ലാതെ സ്വയം എട്ടുകാലി അമൂഞ്ഞ് ചമയാൻ CPM-യുടെ അല്ല. എട്ടുകാലി മൂഞ്ഞു എനിക്ക് ഈ ചർച്ചയിൽ PP ചിത്തരഞ്ജൻ അടക്കമുള്ളവർ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത് CPM-ൻ്റെയും പിണറായി വിജയന്റെ നേട്ടമാണ്. ഇതൊരു നയത്തിന്റെ പ്രശ്നമാണ്. ഒരു സർക്കാർ എടുക്കുന്ന ഒരു മുന്നണി എടുക്കുന്ന നയത്തിന്റെ പ്രശ്നമാണ്. ജനങ്ങൾക്കൊപ്പം ആരാണുള്ളത്, എന്ത് തരം വികസനമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. BG വിഷ്ണു, താങ്കളുടെ സർക്കാർ എടുത്ത നിലപാടുകളെ കുറിച്ച് നമ്മൾ ഇനിയിപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 15 ലക്ഷം അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞത് ആളിനെ കുറിച്ച് നമുക്കറിയാം. ഒപ്പം തന്നെ പെട്രോൾ 50 രൂപയ്ക്ക് തരുമെന്ന് പറഞ്ഞ ആളിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ആ വിഷയങ്ങളൊക്കെ നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇവിടെ താങ്കൾ സമ്മതിച്ചു കേരളത്തിന് നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങൾ ഉയർത്തി കാണിക്കുമ്പോൾ ആ നേട്ടങ്ങൾക്ക് സർക്കാർ എന്തെങ്കിലും പങ്കാളിത്തം ഉണ്ടെങ്കിൽ അതിനെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന രീതിയിൽ നിശിതമായി വിമർശിക്കുകയല്ല, ആ സർക്കാരിനൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. ശരിയാണ് ചെയ്തതെങ്കിൽ ശരിയെന്ന് പറയാനുള്ള ആർജവം താങ്കൾ കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ഏതായാലും ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായി. എത്രയോ വർഷങ്ങളുള്ള കേരളത്തിൻ്റെ സ്വപ്നമായിരുന്നു വിഴിഞ്ഞം പദ്ധതി. 2014 ഈ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമായി. അന്ന് എനിക്ക് തോന്നുന്നു ബഹുമാന്യ ഉമ്മൻചാണ്ടിയായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നത്. എത്രയോ വർഷങ്ങളായി ഈ പദ്ധതി കേരളത്തിന് മുമ്പിലുണ്ട്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഗ്യാപ് വൈബിലിറ്റി ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് ഇവിടെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായത്. അപ്പോൾ ഏത് സർക്കാർ സംസ്ഥാനം ഭരിക്കുന്നുവല്ല, കേരളത്തിന് ഏതെല്ലാം മേഖലയിൽ പുരോഗതി കൈവരിക്കാൻ കഴിയും എന്നതിനെപ്പറ്റി കേന്ദ്ര സർക്കാർ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്.
അപ്പോൾ വിഴിഞ്ഞം പദ്ധതി കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിമറിക്കാൻ പോകുന്നു, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൻ്റെ. അപ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെയും നരേന്ദ്രമോദി സർക്കാരിൻ്റെയും കാലഘട്ടത്തിൽ പരിപൂർണമായ പിന്തുണയാണ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ തിരിച്ചെപ്പോഴും നരേന്ദ്രമോദി സർക്കാരിനെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും നരേന്ദ്രമോദി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുവാൻ CPI ശ്രമിക്കുന്നുണ്ട്. ഇവിടുത്തെ ചർച്ചാ വിഷയം എന്താണ്? സർക്കാരിൻ്റെ നേട്ടങ്ങൾ എന്താണ്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പരാജയമല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുണ്ടാ വിളയാട്ടം നിയന്ത്രിക്കാൻ എന്ത് നടപടിയെടുത്തു? വിദേശത്ത് ഇരുന്നു പോലും കൃത്യമായ ഒരു കേരളത്തിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാനോ പോലീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനോ മുഖ്യമന്ത്രി എന്ത് കൃത്യമായി ഇടപെടൽ നടത്തി? ഇന്നിപ്പോൾ വിദേശ രാജ്യത്ത് ഇരുന്നു എന്ന് കരുതി ജനങ്ങളെ അഭിസംബോധന ചെയ്യാനോ ഒന്നും യാതൊരുവിധ സാങ്കേതികമായ തടസ്സങ്ങളും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് സംസ്ഥാനത്ത് CPM ഭരിക്കുന്നതുകൊണ്ട് ഗുണ്ടകളുണ്ട്, അതാണ് പ്രശ്നം പറഞ്ഞു വരുന്നത്. ഏതായാലും CPM-ന്റെ സഹായത്തോടെയാണ് പല പോലീസ് സ്റ്റേഷനുകളും ഇവർക്ക് സഹായകരമായ നിലപാട് പോലീസ് എടുക്കുന്നത്. ഈ രാജ്യത്തെ ക്രമസമാധാന പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് നടന്ന പല കാര്യങ്ങളും നമ്മൾ ഓർമ്മിക്കേണ്ടി വരും. അടക്കമുള്ള കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടി വരും. ഗുജറാത്തിൽ നടന്നതിനെ കുറിച്ച് നമ്മൾ ഓർമ്മിക്കേണ്ടി വരും. അതൊക്കെ എടുത്ത് പറയേണ്ടി വരും. ശ്രീ ബിജു വിഷ്ണു, ശ്രീ എസ് സജീവൻ, ചർച്ചയുടെ തുടക്കം മുതൽ താങ്കൾ കേൾക്കുന്നുണ്ട് ബിജു വിഷ്ണുവും ഒപ്പം തന്നെ വസന്ത് സിറിയക്കും പറഞ്ഞ കാര്യങ്ങൾ. രണ്ടുപേരും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. രണ്ടുപേരും പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ മിസ്മാനേജ്മെൻ്റ് ആണ്. ഇപ്പോൾ ബിജു വിഷ്ണു പറഞ്ഞു വരുമ്പോൾ ഇവിടെ ഗുണ്ടാ വിളയാട്ടമാണ്, സംസ്ഥാനം മൊത്തം സാമ്പത്തിക പ്രശ്നമാണ്, മൊത്തത്തിൽ പ്രശ്നമാണ്. പക്ഷേ കേരളത്തെ താങ്ങി നിർത്തുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. ഇത്രയധികം സഹായങ്ങൾ ചെയ്ത വേറൊരു കേന്ദ്ര സർക്കാരല്ല, വേറൊരു പ്രധാനമന്ത്രിയുമില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ ബിജു വിഷ്ണു പറഞ്ഞു വെക്കുകയും ചെയ്തത്. എന്താണ് താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സജീവൻ? ദ പ്രൈസ് ഓഫ് മോദി ഇയേഴ്സ് എന്നൊരു പുസ്തകമുണ്ട്, പുതിയ പുസ്തകമാണ്. അതിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഈ മോബ് ലിഞ്ചിങ്ങിനെ കുറിച്ചുള്ള ഒരു വളരെ വിശദമായിട്ടുള്ള വിവരണമുണ്ട്. ആ ഒരു അധ്യായത്തിൽ തന്നെ നടന്ന ഓരോ സംഭവങ്ങളും വളരെ ചുരുക്കിയിട്ട് അക്കമിട്ട് പറയുന്ന ഓരോ ഡേറ്റ് വെച്ച് പറയുന്നുണ്ട്. അത് തന്നെ 10-12 പേജ് വരും. അതായത് അവിടെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയുള്ള പോലീസും അവിടെയുള്ള ഭരണകൂടവും ഒക്കെ എന്തൊക്കെ തരത്തിൽ ഉൾപ്പെടെ UP, മധ്യപ്രദേശ് തുടങ്ങിയിട്ട് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണിത് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ഒരു കൂട്ടം ആളുകൾ ഒരു കാരണവുമില്ലാതെ ആളുകളെ കൊല്ലുന്നു, അടിച്ചു കൊല്ലുന്നു, ഭീകരമായ രൂപത്തിൽ പീഡിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായൊരു നാടാണിത്. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കേരളത്തിലെ 1-2 ഗുണ്ടകൾ എന്തെങ്കിലും ചെയ്തു, അത് ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഇവിടെ മൊത്തമായിട്ട് ആഭ്യന്തര വകുപ്പ് തകർന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ്. കാരണം ഉണ്ട്, കേരളത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അടുത്ത കാലത്ത് പോലും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള നടപടി എടുക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ വളരെ ബോധപൂർവം പ്രത്യേകമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ട് മോബ് ലിഞ്ചിങ് നടന്നിട്ടുള്ള പ്രദേശങ്ങളെന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലെ UPയും മധ്യപ്രദേശും ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ അതിഭീകരമായിട്ട് 1-2 അല്ല, ഞാനതിന് കണക്കൊന്ന് എഴുതിയെടുക്കാൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ടു, അത്രയും എണ്ണമാണ്. അപ്പോൾ ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കേരളത്തിനെ ഇങ്ങനെയാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, 2ാം പിണറായി സർക്കാർ, ഈ 1ാം പിണറായി സർക്കാരിന് ശേഷം ഭരണത്തുടർച്ച ഉണ്ടായപ്പോൾ അതിനെ വിലയിരുത്തിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ കിറ്റ് കൊടുത്ത് നേടിയ വിജയമാണ് എന്ന്. സത്യത്തിൽ ഇപ്പോഴും BJPയും അല്ലെങ്കിൽ UDF ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സർക്കാർ ചെയ്തിട്ട് വോട്ടാക്കി മാറ്റും. അവിടെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമല്ല. കഴിഞ്ഞ തവണത്തെ സർക്കാരിനെ കുറിച്ച്, 1ാം പിണറായി സർക്കാരിനെ കുറിച്ച് എന്തെല്ലാം തരത്തിൽ ആരോപണം ഉണ്ടായിരുന്നു. നമ്മളതാണ് ബിരിയാണി ചെമ്പിൻ്റെ കാര്യം, കാരക്കയിൽ ഈത്തപ്പഴത്തിൽ ഈ സ്വർണം കൊണ്ടുവന്ന കാര്യം, ഖുറാനിൽ സ്വർണം കൊണ്ടുവന്ന, ഇതിൻ്റെയൊക്കെ അവസാനം തെളിയിക്കപ്പെടാതെ പോയി. 2-3 കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഴുവൻ ഇത് അരിച്ചു പെറുക്കിയിട്ടും ഇപ്പോഴും തെളിയിക്കപ്പെടാതെ പോയി. അത് ഉണ്ടോ ഇല്ലെന്നുള്ള ഞാൻ എന്നെ ന്യായീകരിക്കല്ല. പക്ഷേ ആ തെളിയിക്കപ്പെടാതെ പോയിട്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും പ്രധാനമന്ത്രി വന്നിട്ട് പറഞ്ഞത് എന്താണ്? ഭീകരമായ രൂപത്തിലുള്ള അഴിമതി നടക്കുന്നു എന്നുള്ളതാണ്. അഴിമതി നടക്കുന്നുണ്ട് എങ്കിൽ അത് പിണറായി ആണെങ്കിലും ആരാണെങ്കിലും അതിനെതിരെ നടപടിയെടുക്കേണ്ട കേന്ദ്ര ഏജൻസികൾ, ED നമുക്കറിയാമല്ലോ,
ഇ ഡിയോട് ചെന്ന് പിടിക്കാൻ പറയുന്നതിന് മുമ്പ് തന്നെ കടന്നു പിടിക്കുന്ന ആളുകളാണ് ഇ ഡി. എത്ര ഭീകരമായിട്ട് ഏതെല്ലാം സ്ഥലങ്ങളിലും അവിടെ അത് എല്ലാ സ്ഥലങ്ങളിലും ഈ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുമ്പോൾ ഇപ്പോൾ ചിദംബരത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതാവായ ചിദംബരം അദ്ദേഹത്തിന് എത്ര ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? കുറ്റവാളിയാണ് എങ്കിൽ ജയിലിൽ കിടന്നതിൽ കുഴപ്പമില്ല. വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്, വിചാരണ പോലും തുടങ്ങാതെ ആണ് അദ്ദേഹത്തെ വിചാരണ തടവുകാരനായിട്ട് ജയിലിലടച്ച് എത്രയോ കാലം. ഇങ്ങനെ എത്ര ആളുകളുടെ കാര്യത്തിൽ സുപ്രീം കോടതി തന്നെ പലതവണ ഇ ഡിയോട് ചോദിച്ചോ, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് കേജ്രിവാളിന്റെ കാര്യത്തിൽ സജീവൻ വിഷ്ണു ശ്രീ സജീവൻ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ഇത്രയധികം നിരവധി ആരോപണങ്ങൾ, ഈ ചെമ്പ് കുരു, ഈത്തപ്പഴ കുരു അടക്കമുള്ള കാര്യങ്ങൾ താങ്കളുടെ നേതാവും താങ്കളുടെ വിദേശകാര്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞു നടന്നതാണ്. ഇതൊക്കെ പറഞ്ഞിട്ടും ഈ കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ രണ്ടാമതും തുടർഭരണം നൽകുകയും ഇനിയും നേരത്തെ സജീവൻ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകർ, അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയം, ഈ കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യം മനസ്സിലാക്കിയ ശേഷം അദ്ദേഹം പറഞ്ഞത് ഇനിയും ഒരു തുടർഭരണം വന്നാലും അത് സംഭാവ്യമാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ നുണകൾ കെട്ടിപ്പൊക്കിയാലും ഈ കേരളത്തിലെ ജനങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്കൊപ്പം, ഒരുപക്ഷെ പിണറായി പറയുന്നത് ആ വാക്കുകൾ അങ്ങനെ തന്നെ എടുത്ത് പറയേണ്ടി വരുന്നുണ്ട്, ജനങ്ങൾക്കൊപ്പമാണ് സർക്കാർ, സർക്കാരിനൊപ്പമാണ് ജനങ്ങളെന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ അതേപടി വിശ്വസിക്കുകയാണ്. താങ്കളും പ്രതിപക്ഷമായ കോൺഗ്രസും UDF-ഉം പറയുന്നതൊന്നും എന്തുകൊണ്ട് ഈ ജനം വിശ്വസിക്കുന്നില്ല? ശ്രീ BG വിഷ്ണു, ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടെന്നും പിണറായി വിജയന്റെ പൂർണ്ണമായി വിധി എഴുതാൻ നിങ്ങൾ കഴിയുമെന്ന് വിശ്വസിക്കുന്നു? ഇല്ലല്ലോ. തിരഞ്ഞെടുപ്പ് ഇനിയും വരാൻ പോകുന്നു. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് റിസൾട്ട് ജൂൺ 4-ാം തീയതി വരാൻ പോകുന്നു. അല്ല, പാർലമെന്റിന്റെ കാര്യത്തിലേക്ക് നമ്മൾ പറയേണ്ടത് അത് ഒരു കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് താങ്കളുടെ പ്രധാനമന്ത്രി ആ തുടക്കം മുതൽ ആദ്യം നിങ്ങൾ അയോധ്യ ക്ഷേത്രം പറഞ്ഞുകൊണ്ട് വന്നു, നടക്കുന്നില്ല, ഏശുന്നില്ല. അത് കഴിഞ്ഞ് വിവിധ സ്ഥലങ്ങളിൽ മുസ്ലിം വിദ്വേഷം, അപരവിദ്വേഷം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ പറയുന്ന മുസ്ലിങ്ങൾക്ക് നുഴഞ്ഞുകയറ്റക്കാരാണ്, അവർ കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നവരാണ്. എന്തൊക്കെ കള്ളങ്ങൾ! എന്താണ് പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ളത്? സംസ്ഥാനത്ത് PP ചിത്തരഞ്ജൻ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടുണ്ട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ. നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്താണ്? മോബ് ലിഞ്ചിങ്, ആൾക്കൂട്ടക്കൊല, വർഗീയ വിദ്വേഷം. ആ പ്രോഗ്രസ് റിപ്പോർട്ട് അല്ലാതെ എന്താണ് നരേന്ദ്രമോദിക്ക് അവതരിപ്പിക്കാനുള്ളത്? അതുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഇങ്ങനെ കാണിക്കരുതെന്നാണ് പറഞ്ഞത്. സാമ്പത്തിക ശക്തിയായി ബ്രിട്ടനെ വരെ പിന്തള്ളിക്കൊണ്ട് ഭാരതം മാറിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. ഏത് മേഖലയിലാണ് ഭാരതം പിന്നോട്ട് പോയിട്ടുള്ളത്? സകല മേഖലയിലും പറയണോ ഏത് മേഖലയിലാണ് പിന്നോട്ട് പോയത്? ഏത് മേഖലയിലാണ് മുന്നോട്ടുള്ളത്? ഏത് മേഖലയിലാണ് മുന്നിലുള്ളത്? ഏത് മേഖലയിലാണ് രാജ്യം പറയൂ, ഏത് മേഖലയാണ് പിന്നോട്ട് പോയിട്ടുള്ളത്? പറയണം. അല്ല, താങ്കളാണല്ലോ പറയുന്നത്. ഇവിടെ PP ചിത്തരഞ്ജൻ പറഞ്ഞു ഞങ്ങളുടെ സർക്കാർ ഇന്ന കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് ഞങ്ങളെ വീണ്ടും ജയിപ്പിച്ചു. ഇതേ ചോദ്യം നിങ്ങളോട് ചോദിക്കാണ്. നിങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതൊക്കെ മേഖലകളിൽ മുന്നിട്ട് നിന്നു? രാജ്യത്തിന് അഭിമാനമായി എന്ത് കാര്യമാണ് ചെയ്തത്? ഈ രാജ്യത്ത് വന്ദേ ഭാരത് അവതരിപ്പിച്ചു. ഇങ്ങനെ സർവ്വ മേഖലകളിലും ജനങ്ങളുടെ ജീവിതത്തെ ഗുണകരമായ രീതിയിലുള്ള നിലപാടുകൾ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് 2019 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത്. കഴിഞ്ഞ 3 സംസ്ഥാനങ്ങളിലും BJP സർക്കാരുകൾ അധികാരത്തിലെത്തിയത് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തിന് നൽകുന്ന സേവനങ്ങൾ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ജൂൺ 4 തെരഞ്ഞെടുപ്പിൽ ഈ സേവനങ്ങളെ കുറിച്ചൊന്നും പറയാതിരിക്കുകയും പറയാനുള്ളത് മുസ്ലിം വിദ്വേഷം മാത്രം പറയാനുള്ളത് അതുകൊണ്ടായിരിക്കും. താങ്കളുടെ സർക്കാരിന് പറയാനുള്ളത് എന്താണ്? അയോധ്യ ക്ഷേത്രം, മുസ്ലിം വിദ്വേഷം, എന്ത് നേട്ടമാണ് ചൂണ്ടിക്കാണിച്ചത്? എന്ത് പ്രോഗ്രസ് റിപ്പോർട്ടാണ് നിങ്ങൾ മുന്നിലുള്ളത്? 100 വർഷമായി ഈ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യം അയോധ്യ ക്ഷേത്രമായിരുന്നു. അത് ഞങ്ങൾ നിറവേറ്റി. അത് ഞങ്ങൾ അഭിമാനത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ അയോധ്യ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം, പക്ഷേ ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ അയോധ്യ ക്ഷേത്രം കെട്ടിയതുകൊണ്ട് രാജ്യത്തെ 80 കോടി ജനങ്ങൾ ഇപ്പോഴും നിത്യദാരിദ്ര്യത്തിലാണ് വേണ്ടി മോദി സർക്കാർ നടപ്പിലാക്കിയത്. ശ്രീ ചിത്തരഞ്ജൻ, അദ്ദേഹം BG വിഷ്ണു പറഞ്ഞു വെച്ചത് അതുകൊണ്ടാണ്. അയോധ്യ ക്ഷേത്രം വലിയ കാര്യമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പ്രോഗ്രസ് റിപ്പോർട്ടാണ് പറയുന്നത്. അല്ല, ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത്തരം പ്രശ്നങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ. ഇന്നത്തെ ചർച്ചയുടെ വിഷയം എന്താ? കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ 4 വർഷത്തെ പ്രവർത്തനമാണ്. ആ 4 വർഷത്തെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എണ്ണി തന്നെയാണ് പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളാണ് കേരളത്തിലെ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ള മാർക്കുകൾ. അത് ഓരോന്നും എല്ലാവരും പരിശോധിച്ചിട്ടുള്ളതാണല്ലോ. ഇവിടെ നിയമസമാധാനവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിൽ ഇത്ര കാര്യക്ഷമതയോടുകൂടി കേസ് അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ
സമൂഹത്തിൽ വെളിയിലേക്ക് കൊണ്ടുവന്ന ഒരു ഗവൺമെൻറ് ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിന് അത്ര വരെയെങ്കിലും ഒരു സർക്കാരുണ്ടോ? തെളിയിക്കപ്പെടാത്ത ഏതെങ്കിലും ഒരു കേസുണ്ടോ? ഇന്ത്യക്കാകെ മാതൃകയാകുന്ന നിലയിലല്ലേ നമ്മുടെ പോലീസ് ഈ അന്വേഷണം നടത്തിയിട്ടുള്ളത്? അതുപോലെ തന്നെ ഏതെങ്കിലും കേസിൽ കുറ്റവാളികളെ രക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു നിലപാട് ഈ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ടോ? രാജ്യത്ത് പല സ്ഥലങ്ങളിലും സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ശരാശരി പരിശോധിച്ചാൽ ഏറ്റവും കുറവല്ലേ? അതും ഉണ്ടാകരുതുമെന്നാണ്. പക്ഷേ പോലീസിനെ ഒരു കാരണവശാലും നിർവീര്യമാക്കിയല്ല, പോലീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള എല്ലാ അവസരവും ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട നിയമസമാധാനം നിലനിൽക്കുന്ന സംസ്ഥാനം എന്നുള്ള നിലയിലേക്ക് മാറാൻ കഴിഞ്ഞത്. ശരി, ശ്രീ ചിത്തരഞ്ജൻ, സമയപരിമിതി മൂലം ഇടപെടുകയാണ്. ക്രമസമാധാന പ്രശ്നത്തിൽ നമ്മൾ ഈ ചർച്ച നടക്കുന്ന ദിവസമാണ് ദിശ വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതിക്ക് ഹൈക്കോടതി ആ വധശിക്ഷ തന്നെ ഉറപ്പാക്കുക ഒരു വിധിയും കൂടി വന്ന ദിവസമാണ് ഈ ചർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നത്. ക്രമസമാധാന പാലനത്തിലടക്കം കേരളം കൈവരിച്ച നേട്ടങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തന്നെ ചില ബഹുമതികൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സമയപരിമിതി മൂലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിലവിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളടക്കം കേരള സർക്കാരിന് മുന്നോട്ട് വയ്ക്കാനുള്ള പ്രോഗ്രസ് റിപ്പോർട്ടിൽ എടുത്തു ചൂണ്ടിക്കാണിക്കാനുള്ള നിരവധി കാര്യങ്ങളുണ്ട്. 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ നേട്ടങ്ങൾ, ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ, പ്രതിപക്ഷം തീർക്കുന്ന പ്രതിസന്ധികളൊക്കെ തന്നെയാണ് ചർച്ച ചെയ്തത്. ഇനി ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്.